നമസ്കാരം. സൈബർ സഖാക്കളുടെ കണ്ണിലെ കരടും കേരളത്തെ ഹൈന്ദവവൽക്കരിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ പമ്പയിൽ നടന്ന വൻ തട്ടിപ്പെന്ന സൂചന. കഴിഞ്ഞ സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലാണ് ഭക്തിയുടെ മറവിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടന്നതായി ആരോപണമുയരുന്നത്. സംഗമത്തിന് എത്താതിരുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് എഴുതി മാറ്റിയ ദേവസ്വം ബോർഡിന്റെ നടപടി ഭക്തലക്ഷങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിച്ചിട്ടില്ലെന്ന് സംഘാടകർ തന്നെ വ്യക്തമാക്കുമ്പോഴാണ് തട്ടിപ്പ് പുറത്തുവരുന്നത്. അന്ന് രാവിലെ ഭക്തിഗാന സദസ്സ് നടത്തിയത് ഗായകൻ ഇഷാൻ ദേവും സംഘവുമായിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ തുക കൈപ്പറ്റിയതായി കാണിച്ചിരിക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിലാണ്. 2 ലക്ഷം രൂപ മാത്രം ബജറ്റ് നിശ്ചയിച്ചിരുന്ന കലാപരിപാടിക്ക് എങ്ങനെ 8 ലക്ഷത്തിന്റെ ബില്ല് വന്നു എന്നത് ദുരൂഹമാണ്. പമ്പയിലോ സന്നിധാനത്തോ തങ്ങൾ ഇതുവരെ പരിപാടി അവതരിപ്പിച്ചിട്ടില്ലെന്ന് നന്ദഗോവിന്ദം ഭജൻസ് പ്രവർത്തകർ തന്നെ തുറന്നു പറഞ്ഞതോടെ ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലായി. സൗജന്യമായി പാടി വിജയ് യേശുദാസിനെയും വീരമണി രാജുവിനെയും പോലുള്ള പ്രമുഖരുടെ കണക്കുകൾ റിപ്പോർട്ടിൽ ഇല്ലാത്തപ്പോൾ വരാത്തവർക്ക് 8 ലക്ഷം നൽകിയെന്ന കണക്ക് അവിശ്വസനീയമാണ്. സ്വകാര്യ ഏജൻസിയെ കൊണ്ട് ദേവസ്വം ബോർഡ് ചെയ്യിച്ച ഓഡിറ്റിംഗിലെ ഈ ക്രമക്കേടുകൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഫെബ്രുവരി 27-നകം ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് വി ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ട് കഴിഞ്ഞു. അയ്യപ്പനാമത്തിന്റെ മറവിൽ നടന്ന ഈ തീവെട്ടിക്കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അടിമുടി ധൂർത്ത് നടന്നതിന്റെ തെളിവായി മാറുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട്. മൊത്തം 10.99 കോടി രൂപ സംഗമത്തിന് ചെലവായെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിന്നും 5 കോടി രൂപ എടുക്കുകയും അതിൽ 3 കോടി രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ 2.64 കോടിയും ദേവസ്വം ഫണ്ടിൽ നിന്നുള്ള 2 കോടിയും ബാങ്ക് പലിശയും ചേർത്ത് 6.64 കോടി രൂപയുമാണ് ഇതുവരെ കൊടുത്തു തീർക്കാനായത്. 4.35 കോടി രൂപ ഇനിയും കൊടുക്കാനുണ്ട്. ബജറ്റിൽ നിശ്ചയിച്ചതിലും ഉയർന്ന നിരക്കിലാണ് മിക്കതും ചെലവായിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ നിന്ന് വ്യക്തം. ഉപഹാരമായി നൽകിയ അയ്യപ്പ വിഗ്രഹങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകൾ കൃത്യമല്ല എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പല സാധനങ്ങളും വാങ്ങിയതിന്റെ ബില്ലുകളില്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡറില്ലാതെ നൽകിയ കരാറിൽ 10% അധിക തുക അനുവദിക്കാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. സംഗമം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി തലേന്ന് പമ്പയിലെത്തിയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി 1 ലക്ഷം രൂപയുടെ കട്ടിലും മെത്തയുമാണ് വാങ്ങിയത്. ഇതിപ്പോൾ ദേവസ്വം മരാമത്ത് ഓഫീസിലുണ്ട്. 4000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കും അനുബന്ധ ടാപ്പുകളും സ്ഥാപിക്കാൻ 4.8 ലക്ഷം രൂപ ചെലവായതായും കാണിച്ചിട്ടുണ്ട്. എന്നാൽ വാങ്ങിയ സാധനങ്ങൾ സ്വത്തുവകയായി കാണിച്ചതിൽ ഈ വാട്ടർ ടാങ്ക് കാണുന്നില്ല. 150 മെത്തകൾ വാങ്ങിയതായി സ്റ്റേറ്റ്മെന്റിലുണ്ടെങ്കിലും 50 എണ്ണത്തിന് ബില്ലുകളില്ല. മെത്തകളെല്ലാം പോലീസിന്റെ വിശ്രമ കേന്ദ്രത്തിലാണ് നൽകിയത്. സംഗമം കഴിഞ്ഞും പോലീസാണ് ഇവ സൂക്ഷിക്കുന്നത്. എന്തായാലും അടിമുടി അഴിമതി കഥകളാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്നതെന്ന് വ്യക്തമാവുകയാണ്. ക്ഷണിക്കുകയോ വരാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് മാറിയിരിക്കുന്നു. തീവെട്ടിക്കൊള്ളയാണ് നടന്നത്. പകൽ കൊള്ളയാണ് നടന്നത്. അയ്യപ്പന്റെ പേരിൽ നടന്ന മറ്റൊരു കൊള്ളക്കഥയും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്.